السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹധന്യരായ കൂട്ടുകാരെ, SSF സാഹിത്യോത്സവത്തിൻ്റെ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അറിവനുഭവങ്ങളുടെ ആനന്ദം എന്ന വിഷയത്തിലാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അറിവ് മനുഷ്യനെ മൂല്യമുള്ളതാക്കുന്നു. ഭൂമിയിലെ സൃഷ്ടികളിൽ ഉന്നതനാണ് മനുഷ്യൻ. ചേതനവും അചേതനവുമായ വസ്തുക്കളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് അവൻ്റെ അറിവ് കൊണ്ടാണ്. മനുഷ്യ നന്മക്കായി അവതരിപ്പിക്കപ്പെട്ട എല്ലാ ദർശനങ്ങളിലും അറിവിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ മാനവിക മൂല്യങ്ങളിലേക്കും ധാർമ്മിക ഔന്നിത്യത്തിലേക്കും വഴി നടത്തുന്നത് അറിവനുഭവങ്ങളിലൂടെയാണ്. ചരിത്രപുരുഷന്മാരെ നാം പഠനവിധേയമാക്കിയാൽ അവരെല്ലാം അറിവിൻ്റെ ആകാശവിശാലതയെ കെട്ടിപ്പടുത്തവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിനു തന്നെ പ്രകാശമായി അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് വായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. അറിവിൻ്റെ വ്യാപനത്തിലൂടെയാണ് സമൂഹം സംസ്കാര സമ്പന്നമാകുന്നതും തലമുറകളുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതും. അറിവില്ലാത്തവർ അറിവുള്ളവനോട് ചോദിക്കുക എന്ന ഖുർആൻ പ്രഖ്യാപനം അറിവനുഭവങ്ങളുടെ ആനന്ദത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. മാനവിക ബോധത്തെ വെള്ളവും വളവും നൽകി വളർത്തേണ്ട വിദ്യാഭ്യാസം ചൂഷണത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഇടങ്ങളിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്ന സമകാലിക സംഭവങ്ങൾ ഏറെയുണ്ട്. അറിവ് പകരുക എന്നതിന് പകരം അറിവ് വിൽക്കുക എന്ന പ്രയോഗത്തിലേക്ക് നീങ്ങുന്നുവോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. രക്ഷിതാവ് വിദ്യാർത്ഥിയുടെ ATM കൗണ്ടറും അധ്യാപകൻ കേവലം പരീക്ഷാ ഗൈഡുമായി പരിണമിക്കുമ്പോൾ മക്കളെന്നത് പണം കായ്ക്കുന്ന മരങ്ങളെന്ന മനോഭാവം അറിവനുഭവങ്ങളുടെ ആനന്ദത്തെ ഇല്ലാതാക്കുന്നു. നല്ല ആശയങ്ങൾ സ്വായത്തമാക്കുകയും അവ ജീവിതത്തിൽ സ്വഭാവത്തിൻ്റെ ആധാരമാവുകയും ചെയ്താൽ ഒരു പുസ്തകശാല മുഴുവൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയേക്കാൾ വിദ്യാഭ്യാസം നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. അറിവിലൂടെ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങൾ അനുഭവമാക്കി തീർക്കുമ്പോഴാണ് നമ്മിൽ സംസ്കാരം എന്ന പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ടാണ് അറിവും അവബോധമുള്ളവൻ സിട്ടാവിൻ്റെ അടുക്കലും സിട്ടുകളുടെ അടുക്കലും പ്രാധാന്യമുള്ളവനാകുന്നത്. നോളജ് ഈസ് പവർ, അറിവാണ് ശക്തി എന്ന് വെറുതെ പറയുന്നതല്ല. കൊടുക്കും തോറും വർദ്ധനവുണ്ടാവുന്ന അത്ഭുതമാണ് അറിവനുഭവം. വിദ്യാഭ്യാസത്തെ ജീവിതോപാധി എന്നതിലപ്പുറം സാമൂഹിക നവീകരണത്തിനും സാംസ്കാരികോന്നമനത്തിനും ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നത്. അറിവിൻ്റെ അർത്ഥവും വ്യാപ്തിയും വളരെ വലുതാണ്. ജീവിതകാലം മുഴുവൻ വിനിയോഗിച്ചാലും വളരെ പരിമിതമായ ജ്ഞാനം മാത്രമാണ് മനുഷ്യൻ ലഭിക്കുക. അറിവ് കൂടുന്നതനുസരിച്ചാണ് അജ്ഞതയുടെ ആയം മനസ്സിലാക്കുക. അതിനാൽ ഏറ്റവും അനിവാര്യമായ അറിവനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. അറിവ് തേടിപ്പുറപ്പെടുമ്പോഴുള്ള ഓരോ ചുവടുവെപ്പിനും പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും ആശീർവാദമുണ്ട്. മനുഷ്യൻ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ സൽക്കർമ്മമാണ് അറിവന്വേഷണം. മാലാഖമാരുടെ അഭിനന്ദനങ്ങൾക്കും ആശീർവാദത്തിനും പാത്രമാകുന്നു. അറിവ് തേടിപ്പുറപ്പെടുന്നവർക്ക് വേണ്ടി മലക്കുകൾ ചിറക് താഴ്ത്തിക്കൊടുക്കുന്നു എന്നും വിജ്ഞാന സമ്പാദനത്തിനായി ഒരാൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ തിരിച്ചു വരുന്നതുവരെ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലുമാണെന്നുള്ള പ്രവാചകയുടെ പ്രഖ്യാപനം അറിവനുഭവങ്ങളുടെ ആനന്ദത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. വരും കാല ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയും സങ്കീർണതകളെയും നേരിടാനുള്ള കരുത്തും ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളതാകണം വിദ്യാഭ്യാസാനുഭവങ്ങൾ. മതപരമായ ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം അനുഭവിക്കുന്നത് പരലോക ജീവിതത്തിലാണ്. ചുരുക്കത്തിൽ അറിവ് സമ്പാദിച്ചുകൊണ്ട് അറിവനുഭവങ്ങളുടെ ആനന്ദത്തിലെത്താൻ നമുക്ക് കഴിയട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.